വർഗീസും ഞാനും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ, ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്നത് വർഗീസിൻ്റെ ചേച്ചിയാണ്. എലിസബത്ത് ടീച്ചർ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ അന്ന് വർഗീസ് SSLCക്ക് പഠിക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ തീരുമ്പോഴത്തേക്കൊരു 7 മണിയൊക്കെ ആവും. അപ്പോഴേക്കും വർഗീസ് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ആ സൗഹൃദം കുറേ വർഷങ്ങളോളം ഒരുമിച്ചുള്ളൊരു യാത്രയായി. അത് കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാറുണ്ടായിരുന്നത് നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ താല്പര്യങ്ങളുള്ളവരായതുകൊണ്ടാണ് ഒരുമിച്ച് അത്രയും വർഷം, ഏതാണ്ട് പിന്നീട് 12 വർഷങ്ങളോളം ഒരുമിച്ച് നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഞാൻ സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ടർക്ക് ഒരു ഫോൺ വരുന്നു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട്, ആണോ, എപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ്, TV വെക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് TV ഓൺ ചെയ്തു. അപ്പോഴാണ് എന്നെ വർഗീസ് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിപ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. ഇമ്മീഡിയറ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കാരൂത്തുഴി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും അവിടെ നിന്ന് കാർമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ ദിലീപും മറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല. പിന്നീട് ഞാനും എൻ്റെ കുടുംബവും ഈ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴൊന്നും പോയില്ല. കാരണം അവിടെ ജനപ്രളയമായിരുന്നു. പിന്നീട് പള്ളിയിലാണ് പോയി ഞാൻ വർഗീസിനെ കണ്ടത്. ഇന്നും ആ നിമിഷം ഓർമ്മയിൽ നിന്ന് പോകുന്നില്ല. എന്നെ ഒരു അനിയനെ പോലെയാണ് വർഗീസ് കണ്ടിരുന്നത്. ഉപദേശിക്കുകയും എന്നോട് എപ്പോഴും പറയും, നീ നടനായിട്ട് വരേണ്ടവനായിരുന്നു, നീ കമ്പാർട്ട്മെൻറ്റ് തെറ്റിയാണ് തിരക്കഥാകൃത്തായി മാറിപ്പോയതെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു.